ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഓൺ വോയിസ് വീഡിയോ ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. നമ്മുടെ ഒരു ടെറിട്ടറി എന്ന് പറയുന്ന യൂട്യൂബാണ്. പക്ഷേ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫിഫ വേൾഡ് കപ്പ് കണ്ടു തുടങ്ങിയത് 2010 ശരിക്കും പറഞ്ഞാൽ അർജന്റീന എന്ന് പറയുന്ന ടീം എന്താണെന്നോ അവരുടെ പ്ലേ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. നമ്മുടെ ചേട്ടന്മാരൊക്കെ അർജന്റീന ഫാൻ ആയതുകൊണ്ട് ഞാനും അർജന്റീന ഫാനായി. അങ്ങനെ അർജന്റീന ഫാനായി തുടങ്ങിയ ഒരാളാണ് ഞാൻ. അങ്ങനെ 2014 ഫിഫ വേൾഡ് കപ്പിൽ ഫൈനലിൽ വന്നത് അർജന്റീനയും ജർമ്മനിയുമാണ്. അന്ന് നല്ല പ്രതീക്ഷയോടെയാണ് ആ ഒരു മാച്ച് കണ്ടത്. പക്ഷേ ആ ഒരു മാച്ച് അർജന്റീനയെ തോൽപ്പിച്ച് ജർമ്മനി ജയിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാത്തിരുന്നാണ് 2018 വേൾഡ് കപ്പിൽ പിടിക്കാൻ. മാത്രമല്ല അർജന്റീന ഫാൻസും മെസ്സി ഫാൻസും എല്ലാവരും 2014 ലോകകപ്പ് പോയതിന്റെ 2015 ക്രൊയേഷ്യയോട് 0-3 എന്ന് പറയുന്ന രീതിയിൽ വളരെ മോശമായിട്ടുള്ള തോൽവി. പിന്നെ ടീമിനകത്ത് തന്നെ കോച്ചുമായിട്ടുള്ള പ്രശ്നങ്ങൾ. ജോർജ് സാമ്പോളി ആയിരുന്നു ആ ഒരു സമയത്ത് അർജന്റീനയുടെ കോച്ച്. അങ്ങനെ ഗ്രൂപ്പ് ലെവലിൽ നിന്ന് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പ്രീ ക്വാർട്ടറിലെത്തി. ഫ്രാൻസിനോട് 4-3 തോറ്റ് ഔട്ടായി. ആ ഒരു സമയത്ത് അർജന്റീനയും അർജന്റീന ഫാൻസും അനുഭവിച്ച ഒരു ബുദ്ധിമുട്ടുണ്ട്. പോർച്ചുഗൽ ഫാൻസ്, ബ്രസീൽ ഫാൻസ്, ജർമ്മൻ ഫാൻസ് എല്ലാവരും കൂടെ കൂടി ചേർന്ന് നിന്ന് കളിയാക്കിയ ഒരു സമയം. ആ സമയത്താണ് ഞാനൊക്കെ ശരിക്കും ഒരു ഡൈ ഹാർഡ് അർജന്റീന ഫാനായിട്ട് മാറുന്നത്. കാരണം ഇവരെല്ലാം കൂടി ചേർന്ന് നമ്മുടെ ഒരു ടീമിനെ കളിയാക്കുമ്പോൾ ട്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ടീമിനോട് എത്രത്തോളം ഇഷ്ടം ഉണ്ടായിരുന്നു തിരിച്ചറിയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് ഡൈ ഹാർഡ് ഫാനായിട്ട് മാറിയ എന്നെ പോലുള്ള ആളുകൾക്ക് ഇപ്പൊ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോണസാണ്. അതായത് ഒരാളുടെ ഏറ്റവും മോശം ഘട്ടത്തിൽ നമ്മൾ കട്ടയ്ക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് കൂടുക എന്നിട്ട് ഫ്യൂച്ചറിൽ അവർ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹൈ ഉണ്ട്. അത് അനുഭവിച്ച് തന്നെ അറിയണം. അത് കഴിഞ്ഞ് 2022 മെസ്സി വേൾഡ് കപ്പ് ഉയർത്തിയപ്പോൾ അങ്ങനെ ആ ഒരു ഹൈ ഒക്കെ അനുഭവിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ് എന്നെ പോലുള്ള മെജോറിറ്റി ഓഫ് അർജന്റീന ഫാൻസ്. 2022 വേൾഡ് കപ്പ് വിൻ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം എക്സ്ട്രാ ബോണസാണ്. ഇതാ ഇപ്പൊ ഫൈനൽ വരെ എത്തി. ഇനിയിപ്പോ കളി ജയിച്ചാലും തോറ്റാലും അതൊന്നും പ്രശ്നമല്ല. അടുപ്പിച്ച് 2 വേൾഡ് കപ്പിൽ ഫൈനൽ വരെ എത്തുക. ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ അർജന്റീന ഫാൻസും ഭയങ്കര പ്രൗഡായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. ഇനിയിപ്പോൾ ഫൈനലിൽ തോറ്റാൽ പോലും ഞങ്ങൾക്ക് അതൊരു പ്രശ്നമേ അല്ല. പിന്നെ എന്റെ കാര്യം പറയുമ്പോൾ 2018 ഈ പോർച്ചുഗൽ ആയാലും ജർമ്മനി ആയാലും ബ്രസീൽ ആയാലും ആ എന്ത് ഫാൻസൊക്കെ നമ്മളോട് കാണിച്ചു പോലെ തിരിച്ച് ഞാൻ അങ്ങനെ ട്രോൾ ചെയ്യാനൊന്നും പോയിട്ടില്ല. നമ്മൾ നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ സക്സസിൽ സന്തോഷമായിട്ടിരിക്കുക, അത് സെലിബ്രേറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പൊ ഈ വേൾഡ് കപ്പിൽ ഈ പറയുന്ന ടീമുകളെല്ലാം ഔട്ടായപ്പോൾ ഞാനൊരു സ്റ്റോറി പോലും ഇവരാരെയും കളിയാക്കി ട്രോൾ ചെയ്തിട്ടിട്ടില്ല. അത് എൻ്റെ ഒരു സ്പിരിറ്റ്. നമ്മുടെ ടീം ജയിച്ചു കാണുക, അവർ സക്സസിലേക്ക് പോവുക, അത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതാണ് ഏറ്റവും വലുത്.